ഹായ് ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. നമുക്കൊന്ന് ഡൽഹി വരെ പോയാലോ? എൻ്റെ ഹസ്ബൻഡിൻ്റെ ലൈഫിലെ ഫസ്റ്റ് ഫ്ലൈറ്റ് ട്രിപ്പാണിത്. കൊച്ചി ടു ഡൽഹി. ആൾ ഓഫീസ് റിലേറ്റഡ് കാര്യത്തിന് വേണ്ടി പോകുന്നതാണ്. പക്ഷേ കമ്പനി പറഞ്ഞു നിങ്ങളൊരു ട്രിപ്പായിട്ട് വന്നോളൂ, മണാലി, ആഗ്ര, ഡൽഹി. അപ്പോൾ പിന്നെ ഒരു ട്രിപ്പായിട്ട് പോകാം. നെക്സ്റ്റ് ടൈം ടെർമിനൽ 3 പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ എന്തായാലും ആദ്യം ഡൊമസ്റ്റിക്കിൽ കയറി നമുക്ക് കാണാം. ഇവരാണ് നമ്മളെ കൊടുങ്ങല്ലൂരിന് കൊണ്ടാക്കിയത് എയർപോർട്ടിൽ. ഈ കാണുന്നതാണ് നമ്മുടെ ഫ്ലൈറ്റ് വിസ്താര. പറഞ്ഞതിനെക്കാട്ടി ഒരു 5 മിനിറ്റ് നേരത്തെ വന്ന് ഫസ്റ്റ് ടൈം ഫ്ലൈറ്റിൽ കയറുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്, ഫ്ലൈറ്റ് കാണാനുള്ളൊരാഗ്രഹം ഒക്കെ ആയിട്ട് കണ്ടു. ഇത് നമ്മുടെ ലഗേജൊക്കെ പോകുന്നു. ഇതാണ് ഞങ്ങൾ. അങ്ങനെ ചേട്ടൻ സിഗ്നൽ തന്നിട്ട് നമ്മുടെ ഫ്ലൈറ്റ് റിവേഴ്സൊക്കെ എടുത്തിട്ട് ഒരു ഫ്ലൈറ്റ് പോകാനുണ്ട്. അത് പോയിട്ട് നമ്മൾ പോകും. പോയി ടാറ്റാ എന്ന് നമ്മൾ പോകും. അങ്ങനെ നമ്മുടെ കേരളം ഫസ്റ്റ് ടൈം നമ്മുടെ കേരളം വിടുവാണ്. എന്ത് ഭംഗിയാണ് ഫുൾ കാണാൻ നമ്മുടെ കേരളം. ആദ്യം നമുക്ക് ഒരു വെള്ളമൊക്കെ തന്ന്. എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈം അല്ലേന്ന് വെച്ച് വെജ് ഓർഡർ ചെയ്തു. ഹസ്ബൻഡ് നോൺ വെജ് ഓർഡർ ചെയ്തു. അതിലിങ്ങനെ പൊട്ടാറ്റോ ഫ്രൈ, എഗ് ഓംലേറ്റ്, പിന്നെ എന്തോ സാലഡ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ കോമൺ സാധനം. പിന്നെ അത് കണ്ടപ്പം എനിക്ക് നോൺ വെജ് മതിയായിരുന്നു എന്നുള്ളൊരു തോന്നൽ വന്നു. എന്ത് വെജിൽ ഞാൻ വലിയ ആകാംക്ഷയോട് തുറന്ന് നോക്കിയപ്പം 2 ഇഡ്ഡലിയും പുട്ടാണ് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ നൈസായിട്ട് എക്സ്ചേഞ്ച് ചെയ്തു. ഫ്രൂട്ട്സൊക്കെ കണ്ട് ആസ്വദിച്ച് അപ്പോൾ നോക്കിയപ്പോൾ ഒരാൾ നമ്മളെ ഓവർടേക്ക് ചെയ്യുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ അത് നമ്മുടെ ലീഫിൻ്റെ ചിറകിൻ്റെ അടിയിൽ വന്നിരിക്കുന്നു. അങ്ങനെ അതിനെയൊക്കെ കണ്ട് ക്ലൗഡ്സൊക്കെ ആസ്വദിച്ച് അവസാനം നമ്മൾ ഡൽഹിയിലെത്തി. ലാൻഡ് ചെയ്യുന്നതിൻ്റെ ഒരു കുലുക്കമാണ് ഈ കാണുന്നത്. ലാൻഡ് ചെയ്ത് കണ്ടപ്പോൾ ഞാൻ ഓർത്ത് നമ്മുടെ കൊച്ചി എയർപോർട്ടാണ് കുറച്ചുകൂടെ ബെറ്റർന്ന്. പക്ഷേ എക്സിറ്റിൻ്റെ അവിടെ നമ്മൾ മെയിൻ ഇതിൽ എത്തിയപ്പോഴാണ് അറിഞ്ഞ് ഡൽഹി നല്ല അടിപൊളിയാണ്, സെറ്റൊക്കെ ചെയ്തേക്കണം. പിന്നെ ഹോളി സീസൺ ആയതുകൊണ്ട് നല്ല ഭംഗിയിൽ ഇത് ചെയ്തിട്ടുണ്ട്. നമ്മളും എടുത്തവിടെ ഒരു സെൽഫി. നമുക്ക് ഫോട്ടോ എടുത്ത് തരാൻ ആരും ഇല്ലായിരുന്നു. അവിടെ നിന്ന് നേരെ ക്യാബ് പിടിച്ച് നമ്മൾ പോയി ബസ് സ്റ്റാൻഡിൽ. ഈ ബസ്സിലാണ് ലക്ഷ്മി ഹോളിഡേയ്സ് ബസ് ബുക്ക് ചെയ്താണ് നമ്മൾ മണാലിയിലോട്ട് പോകുന്ന വഴിക്ക് നമ്മൾ ഹവായി അഡ്ഡ എന്ന് പറഞ്ഞ ഹോട്ടലിൽ കയറി പാവ് ഭാജി ചോലെ ഭട്ടൂരയും കഴിച്ചിട്ട് നമ്മൾ ബസ്സിൽ കിടന്ന് ഉറങ്ങി. കണ്ണ് തുറക്കുമ്പോൾ കാണുന്ന മണാലി. അങ്ങനെ നമ്മൾ മണാലി എത്തി, നമ്മുടെ റൂമിലെത്തി. ഇതാണ് നമ്മുടെ റൂം. അവിടെയും നമ്മൾ പൂരിയും സാൻഡ്വിച്ചും ഒക്കെ കഴിച്ചിട്ട് നമ്മൾ ഈ പറയുന്ന വേറെ ഒന്നുമല്ല, ബാത്റൂമിൽ പോയത്. തണുത്ത വെള്ളത്തിൽ കഴുകി കൈയും കാലും എല്ലാം മരവിച്ചൊരവസ്ഥയായി. നൈസായിട്ട് നമ്മൾ പുറത്തിറങ്ങി ഗൈസ്, നിങ്ങൾ ഈ പട്ടീനെ കാണുന്നുണ്ട്. ഇത് തെരുവ് പട്ടിയാണ്. ഇതിനെ കണ്ട ആരെങ്കിലും പറയും ഇത് തെരുവ് പട്ടിയാണ്. നമ്മുടെ നാട്ടിലെ തെരുവ് പട്ടിയും മണാലിയിലെ തെരുവ് പട്ടിയും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വരെ ഉള്ളൂ. നമ്മൾ നെക്സ്റ്റ് മണാലിയുടെ ബാക്കി എക്സ്പ്ലോർ ചെയ്ത വീഡിയോ കൊണ്ട് സെക്കൻഡ് പാർട്ടിൽ വരാം. ഓക്കെ, ബൈ.